ആരാ? വിൻസെന്റ് സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സാമിയുടെ മാനേജരാ. ഓ, വീടൊഴിയാൻ സാറിന് ഒരാഴ്ചയെങ്കിലും സമയം തരണമെന്ന് സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ ഒഴിഞ്ഞോളാമെന്ന് സ്വാമിയോട് പറഞ്ഞോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, അപ്പ ഇത്രയും വലിയ കളി കളിക്കുമ്പോ അപ്പൻ ഈ വീടെങ്കിലും ഒഴിവായിക്കൂടായിരുന്നോ? എല്ലാം അപ്പന്റെ ആർത്തി കൊണ്ട് സംഭവിച്ചതാ. ഇനിയിപ്പോ എല്ലാരും കൂടെ അനുഭവിക്കാം, അല്ലാണ്ടെന്താ? ആൽഫി, ആൽഫി, അപ്പാ, നീ പരീക്ഷ എഴുതാൻ പോയെന്നറിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണയെങ്കിലും പാസ്സാവോ? എല്ലാവരോടും ഞാൻ പൊക്കൊള്ളാൻ പറഞ്ഞു. വീടൊഴിഞ്ഞു കൊടുക്കുമ്പം വെറുതെ ഒരു സീനാവും. അപ്പാ, ഞാനപ്പുറം കൊണ്ടുപോകുമെന്നാ. കൊണ്ടുപോവുക? എങ്ങോട്ട്? ഞാൻ എങ്ങോട്ടേക്കുമില്ല. വിൻസെന്റ് പൊട്ടി പാളിസ എന്നുള്ള നേരാ, പക്ഷെ ഞാൻ ഫേസ് ചെയ്യും, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ ഒളിച്ചോടി പോണമെന്നാണോ നീ പറയുന്നത്? അപ്പൊ രാവണി ഞങ്ങൾ അപ്പന്റെ ബിനാമിയാണെന്നും അപ്പന് വേണ്ടിയാ ജയിലിൽ പോയെന്ന് എല്ലാവർക്കും അറിയാം. അതോടെ എല്ലാം അവസാനിക്കൂ. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് പറയാൻ നമുക്കിപ്പോ മറുപടി ഒന്നുമില്ല. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കത് നല്ല ബോധ്യമുണ്ട്. അതെനിക്കും അപ്പനും മാത്രം മനസ്സിലാവും. വയലന്റ് ആയി വരുന്ന ആൾക്കാർ മുമ്പിൽ ഉത്തരം മുട്ടി നിന്നു കൊടുക്കാൻ ഞാൻ അപ്പനെ വിടില്ല. തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ബാക്കിയൊക്കെ പിന്നെ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അക്ക. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അപ്പൻ ഈ കസേരയിലോട്ട് ഇരുന്നേ. ഇരിക്കപ്പ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലൊന്നുമല്ല. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എടുത്തിട്ടുള്ള ആളാ. MBA ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പൊ തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാണ്. അന്നാ ബൈക്കും കടയും വിറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാ വന്നത്. അതിവിടെ ഇൻവെസ്റ്റ് ചെയ്ത്
ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണറായി. ടി വിയിലും പത്രങ്ങളിലുമൊക്കെ പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവും. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലേടാ? മുഷ്താഖെ, ഞാനിവിടെ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണം അപ്പ. ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൻ്റെ ജോമോൻ ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണോ മുസ്താഖെ? അതെ അതെ, അപ്പൊ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാലോ. അപ്പ ഞാൻ ഇറങ്ങാണേ. ഹായ്, നിക്ക്. ഇതെന്താ? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലോ. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയും. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി അപ്പ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മെയിലെല്ലാം അனுப்பிச்சிருந்தேன் സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ അകത്തുണ്ടോ? ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ. എല്ലാവരും ഓർഡർ തരാൻ വന്നായിരിക്കും അല്ലേ? അവര് നമ്മുടെ ക്ലയൻ്റ് അല്ല സാർ, നമ്മൾ അവരെ ക്ലയൻ്റാ. ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കും. சார், நான் அட்லஸ் டூர்ஸ் அண்ட் ட்ராவல்ஸ் கம்பெனி மேனேஜர். முஸ்டாக் சார் ட்ராவல் பண்ண டோட்டல் டியூ 12 லட்சம் ஆயிடுச்சு சார். ஹாய் சார், நான் சுந்தரம் கார் ஃபினான்ஸ் மேனேஜர் சார். 3 மாசமா எங்களுக்கு இன்ஸ்டால்மெண்ட்ஸ் வரவே இல்லை சார். மெட்டீரியல் சப்ளை செஞ்சதில் உங்கள் கம்பெனியில் கொடுத்த செக் எல்லாம் பவுன்ஸ் ஆகிடுச்சு சார். சார், நான் என் பார்ட்னர்கிட்ட பேசி அடுத்த வாரத்துக்குள்ளே எல்லாம் செட்டில் பண்ணுறேன் சார். இப்போ நீங்கள் கொஞ்சம் போயிட்டு வாங்க. ഓർഡർ എടുക്കാനാണെന്ന് പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സാർ. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടെ കാറേ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറേ കാശും കൊണ്ട് സാറിൻ്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിങ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി.